രാത്രി ഉറങ്ങുന്നതിനിടെ ബോധം വരിക, പക്ഷേ ചലനശേഷിയില്ല, സംസാരശേഷിയില്ല. റൂമിന്റെ ഒരു ഭാഗത്തു നിന്നും പേടിപ്പെടുത്തുന്ന രൂപം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ദേഹത്ത് കയറിയിരുന്ന് നിങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അനങ്ങാനോ ഒച്ച വെക്കാനോ കഴിയുന്നില്ല. ശ്വാസം മുട്ടുന്നു. 30 സെക്കൻഡിൽ കൂടുതൽ ഇങ്ങനെ കടന്നു പോകുന്നു. പെട്ടെന്ന് ചലനശേഷി കിട്ടുന്നു. മുന്നിലുള്ള രൂപം അപ്രത്യക്ഷമായി. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ഒരു പ്രേതാനുഭവം ഒളിഞ്ഞു കിടക്കുന്നതായി പലർക്കും തോന്നാം. യഥാർത്ഥത്തിൽ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ത്? സയൻസിൽ ഇതിന് വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. സ്ലീപ്പ് പാരാലിസിസ്. നമ്മുടെ ഉറക്കത്തിന് പല പല ഘട്ടങ്ങളുണ്ട്. ലൈറ്റ് സ്ലീപ്പ് ഉണ്ട്, ഡീപ്പ് സ്ലീപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത് റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന സ്ലീപ്പിംഗ് സ്റ്റേജിലാണ്. ഈ ഒരു സമയത്ത് നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ സ്വപ്നങ്ങൾക്കനുസൃതമായിട്ട് നമ്മുടെ ബോഡി മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ബോധം കുറച്ചുണ്ടെങ്കിലും ശരീരം പാരലൈസ് ആയ അവസ്ഥ. ആ സമയത്താണ് നിങ്ങളെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ ആ രൂപം ഒന്നും ചെയ്യാതെ നിങ്ങളുടെ അടുത്ത് വന്ന് വെറുതെ ഇരിക്കും, ചിലപ്പോൾ ആക്രമിക്കും. നിങ്ങൾക്കിതെല്ലാം കാണാനും അനുഭവിക്കാനും കഴിയുന്നുണ്ടെങ്കിലും പ്രതികരിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് ഈ രൂപങ്ങളൊന്നും കാണാതെ തന്നെ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകാറുണ്ട്. ഇത് പലരിലും വലിയ ആഘാതമാണ് സൃഷ്ടിക്കാറ്. പിന്നീട് അവർക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ തന്നെ ഭയം തോന്നാം. ഇതൊരു പ്രേത അനുഭവമായും ഒക്കെ തോന്നാം. ഇതിലൊരിക്കലും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണിത്. ഒരിക്കലെങ്കിലും അനുഭവിച്ചവർക്കേ അത് മനസ്സിലാകൂ. കൃത്യമായ ഉറക്കവും എക്സസൈസും ഒക്കെ ഈ അവസ്ഥ വരാതിരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് സ്ലീപ്പ് പാരാലിസിസ് സംഭവിച്ചവർ പാനിക് ആകേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും സ്ലീപ്പ് പാരാലിസിസ് അനുഭവപ്പെട്ടിരിക്കണം. നിങ്ങളെ പേടിപ്പെടുത്തിയതും നിങ്ങൾ സ്വപ്നമാണെന്ന് വിചാരിച്ചതും ചിലപ്പോൾ ഇതായിരിക്കാം.